ഒരേ ഒരു പെങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും ഇളയ ചേട്ടൻ വന്നത് തലേ ദിവസം. നല്ല ബെസ്റ്റ് ഏട്ടൻ. എടീ അവനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, റെസ്റ്റ് എടുക്കട്ടെ. അത് തന്നെ, കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. യു ഡോണ്ട് വറി. എന്തായാലും വന്നല്ലോ. ശ്രീതു, നീ അവന് കുറച്ച് സമയം കൊടുക്ക്. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാലോ. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? നീ കാരണമൊന്നും അല്ല. ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട, അതാ നല്ലത്. അതന്നെ, നല്ലൊരു ദിവസമായിട്ട് കരയേണ്ടിരി. ഇവൻ്റെ ഇത് എവിടെ പോയി കിടക്കുക? ഇവിടെയും കാണുന്നില്ലല്ലോ. ബെസ്റ്റ്, ഇതിൻ്റെ മണ്ടയിലായിരുന്നു. ഇവിടെ എന്താലോചിച്ചോണ്ടിരിക്കുക? വരില്ല എന്ന് പറഞ്ഞ് ശിവ വരെ വന്നു. നീ താഴത്തോട്ട് വന്നേ. എടാ നീ പൊക്കോ, ഞാൻ പിന്നെ വരാം. എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ലടാ, ഞാൻ നമ്മുടെ പണ്ടത്തെ ശിവനെ ഓർത്തു പോയതാ. നീ എന്തെങ്കിലും ഇഷ്ടമാന്ന് പറയോ? ഷുവറായിട്ടും പറയും. പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. Are you ready? I don't know that he's getting hot at the body shop, doing something unholy. She sat back while she's dropping it. She be popping it. Yeah, she put it down slowly. Okay guys, thanks for coming. Hello. Do you have something to say? Nothing. Sure? Yeah. Okay, leave it. അല്ല, ഇന്നൊരാള് മിസ്സിംഗ് ആണല്ലോ. എവിടെ പോയി? ആര്? സിദ്ധുവാ? ഇന്നത്തെ ദിവസം അവൻ പുറത്ത് ഇറങ്ങത്തേയില്ല. ഇന്ന് അവൻ്റെ സ്വീറ്റ് ഹാർട്ടിൻ്റെ ബർത്ത്ഡേ അല്ലേ? ഓഹോ, ഓക്കെ, ബൈ. ഹലോ, ആ യെല്ലോ ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണേ. യെല്ലോ ബുക്കോ? You love me, don't you? But you deserve someone better than me. Martha, when aiming for moonlight, don't ignore the light of love around you. By your crush. എനിക്കങ്ങനെ ആരെ കിട്ടാനാ? Martha, I want to tell you that I love you. നീ എന്തൊക്കെ പറഞ്ഞാല് ഞാൻ വരില്ല. സിദ്ധു, സിദ്ധു, say yes or no. No. ശരി, കൊണ്ടാവാടി. Okay, let's go for outing. But Sridhu, I have one condition. You must teach me to play the violin. അങ്ങനെ നീ പുറത്തുണ്ടാവും, അല്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാം. Okay, I will teach you. വായിക്ക്. ഓ ശ്രീതു, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാ. ഗിത്താർ പോലെയല്ലല്ലോ. സോ actually I forgot that. Okay, do like this.
ഹലോ, സിദ്ധു എവിടെയാടാ? ഞാൻ വീട്ടിലുണ്ട്. ശ്രീതു വന്നു പുറത്തുകൊണ്ടുപോകാൻ പറഞ്ഞ്. ഞാൻ അവളെ പേടിച്ചിട്ടാണ് വെളിയിൽ ഇറങ്ങാത്തത്. അപ്പത്തേ അവൾ ഇങ്ങോട്ട് വന്നേക്കുന്നു. യു കെയർഫുൾ മാൻ. പുറത്തിറങ്ങി അവിടെ ചേട്ടന്മാരുണ്ടെന്ന് അറിയാലോ. അതിനോ പുറത്തിറങ്ങി അവിടെ ചേട്ടന്മാര് കൊല്ലും. പുറത്തിറങ്ങിയില്ലെങ്കിൽ തേവളും. സിദ്ധു, ലെറ്റ്സ് ഗോ. എടാ ഞാൻ പിന്നെ വിളിക്കാട്ടോടാ. ഓക്കെ എൻജോയ് എൻജോയ്. ശ്രീതു, ഐ ലവ് യു. എന്താടാ? രണ്ടും കൂടി റോട്ടിൽ കിടന്ന് പ്രണയിച്ച് കഴിഞ്ഞെങ്കിലേ നേരെ ഓപ്പോസിറ്റുള്ള മാളിലോട്ട് നോക്കി. ഓ ഗോഡ്, ശ്രീതു വാടി. സിദ്ധു എന്താ പറ്റി? എടാ നിന്റെ വലിയേട്ടൻ എവിടെയുണ്ട്? ഓടിക്കോ, എവിടം വരെ ഓടും? എത്ര കാലം നമ്മളിങ്ങനെ ഓടി ഓടിക്കും? ഏയ് നത്തി. സിദ്ധു, can you wear something? ഓ അതൊരു ബേബി അല്ലേ? അല്ല, എന്റെ സ്റ്റൊമക്കാ കരയുന്നേ. അതൊന്നും കുഴപ്പമില്ലെന്നേ. കുറച്ച് കഴിയുമ്പോ താഴെ നിന്നോളൂ. അങ്ങനെ മാറൂല. ദേ, ആ കോഫി ഷോപ്പിൽ നിന്ന് വല്ലതും കഴിച്ചാലോ? കാളവാരി പൊക്കുന്നത് കണ്ടപ്പോഴേ തോന്നി. What? ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞാണേ. വാ പോവാ. ദേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വേഗം കഴിച്ചോണം. എന്റെ ചേട്ടന്മാരെ ഏത് വഴി വന്നെന്ന് പറയാൻ പറ്റില്ല. Okay. Apple, okay. Sir, may I help you? May I see the menu please? Oh, sure, sir. Buttermilk fried chicken and mushroom pie and a wine. നീ എന്താ ബേബീസിനെ പോലെ മിൽക്ക് കഴിക്കുന്നേ? അതെന്താടി ബേബീസ് മാത്രമേ മിൽക്ക് കുടിക്കത്തുള്ളൂ? നോ, ബേബീസ് മാത്രമൊന്നുമല്ല. ഓ മേഡം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്നു. Shut up. എന്നാ പിന്നെ മര്യാദക്കിരുന്ന് കഴിക്കും. ഇത് അവരല്ലേ? എനിവേ ഫുഡ് കേസ് ഒന്നും അടിച്ചില്ലല്ലോ. அப்போ கனாத்தா பிடிக்குமே இப்போ மெலடியும் பிடிக்குதே குஷி இடுப்ப மட்டும் பார்த்தவ கண்ண நிமிர்ந்துதான் பாக்குற காதல் என்பது ஆந்தையை போலே நைட்டு முழுவதும் முழிக்கும். സ്വന്തം ചേട്ടൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വേണം ഇതൊക്കെ. ഹലോ ഏട്ടാ, ഞാൻ ലൈവായിട്ടൊരു എൻഗേജ്മെൻറ്റ് കണ്ടോണ്ടിരിക്കേട്ടാ. വേറെ എവിടെയല്ല, നമ്മുടെ പെങ്ങടെ. നീ ഇത് ഷൂട് പറയണ്ട കേട്ടോ. സിദ്ധു, look at ഡെവിള്? എന്റെ ചേട്ടന് പറഞ്ഞാലുണ്ടല്ലോ. ഓ സോറി, ഡെവിളല്ല, നല്ല മനുഷ്യൻ. വേഗം വാ. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ വന്നില്ലെന്ന് പറഞ്ഞ. വീട് ഇനി എന്താ പ്ലാൻ? Shopping. Okay, let's go. അതെ മേഡം, ഇനിയൊന്നും ഇല്ലല്ലോ അല്ലേ? No. Who is that? Oh God, Shiva. Sidhu. Huh? Sidhu. വാടാ. Thank you so much. ഓടിക്കോ. ഹലോ മിസ്റ്റർ ദേവ്, വാട്സ്ആപ്പ്. നത്തിങ് മാൻ. നമ്മുടെ പെങ്ങളെ കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പൊക്കിക്കോളാം. I'm so tired. Sidhu, I hope you like this.
Are you sure? Why? You are not interested? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ How dare you touch my sister, huh? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. Really? Of course. എന്നെങ്ങനെയും ചിഞ്ചയെ കൊല്ലാതിരുന്നൂടെ? എന്താ? ഒന്നുമില്ല. സിദ്ധു, സമ്മതിക്കില്ല അല്ലേ? oh shit. ആരത് ഈ സമയത്ത്? ഇങ്ങേരോ? എനിക്കകത്തോട്ട് വരാലോ അല്ലേ? പിന്നെന്താ? നീ എന്തിനാ ഇങ്ങനെ വേർക്കുന്നേ? അത് പിന്നെ എന്റെ മുടി പെട്ടെന്ന് ചൂടാവും, അതാ. ചൂടാവുന്നതാണോ ചൂടാക്കുന്നതാണോ? ഞാനെന്താ കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഉം. ഇയാൾക്ക് വരാൻ വേണ്ട നേരം. ഇവിടെ നീ നിന്റെ ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളൂ? അതെ, ഞാനും പറഞ്ഞു. അപ്പൊ പിന്നെ ഇതൊക്കെയോടാ? ഇവളെയും കൊണ്ട്. അവൻ യൂസ് ചെയ്യുന്നതായിരിക്കൂലേ? അത് പിന്നെ അവനിങ്ങനത്തെ തിങ്സോട് ഭയങ്കര ക്രൈസാ. വീണ്ടും പോണ്. അത് ഞാൻ തൊട്ടിട്ടും കൂടെ ഇല്ല, സത്യമായിട്ടും. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. അയ്യോ, ശ്രീത് അവിടെയില്ലേ? അതെ, പോകുന്നില്ലേ? സമയം ഒരുപാടായിട്ടോ. ഞാൻ പോവാ. അതിനു മുന്നേ ഇവിടുന്ന് ഒരു സാധനം എടുക്കാനുണ്ട്. ശിവ, അപ്പൊ ബൈ. വിട് എന്നെ. I miss you, Sridu. What? I want to see. I really want to see my girl. No. ബാക്കിയുള്ളവരിവിടെ പെണ്ണ് കിട്ടാണ്ട് റൂമും ഫ്ലാറ്റും നിറഞ്ഞു നിൽക്കുക. അന്നേരം അവൻ്റെ റോമിയോ ജൂലിയറ്റ് പ്രണയകഥ. ഇല്ല, ഇന്ന് രാത്രി നീ അവളെ കാണില്ലടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ റോമിയോ എന്റെ ജൂലിയറ്റിനെ കണ്ടിരിക്കുക. എന്നാ നീ എന്റെ ഡെഡ് ബോഡി ചവിട്ടിട്ട് പോടാ. അങ്ങ് മാറി കിടക്കടാ. ഓഹോ, നീ എന്നെ ധിക്കരിച്ചല്ലേ? ഐ വിൽ ഷോ യു. ഇവനോ? ഹലോ, ഇത് അന്നോമലസ് കോളാണ്. നിങ്ങളുടെ വീട്ടിലോട്ട് ഉടൻ തന്നെ ഒരു കിഡ്നാപ്പർ എത്തുന്നതാണ്. നിങ്ങളുടെ അനിയത്തിനെ തട്ടിയെടുക്കുക. സോ ഞങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കണ്ട. ഓ കിഴങ്ങൻ, ഇങ്ങനെ ഇരുന്നാ മതിയോ? വാമ്പയർ കോട്ടയും കൂടി വലിഞ്ഞായിരുന്നു. എടാ, നീ ഇവിടെ നിന്നു, ഞാൻ ഓടിപ്പോയി മൗത്തോർവം കൊടുത്തിട്ട് ടപ്പേന്ന് വരാം. ഓക്കെ? നീ എന്നോട് ആദ്യം ഇതല്ലല്ലോ പറഞ്ഞേ. എടപ്പൊട്ട, അത് തന്നെയാടാ കിസ്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സിംഗിൾസിനോട് കോഡിട്ട് പറയരുതെന്ന്. അവന്റെ മൗത്തോർഗൻ ശരിയാക്കി തരാട്ടാ. ഈ കോമ്പൗണ്ടിനുള്ളിൽ പൂച്ച കയറിയ തൂക്കിയെടുത്ത് കളയുന്നതാണോ നല്ലത്, തല്ലി പിടിക്കുന്നതാണോ? വാട്ട്? തൂക്കിയെടുത്ത് കളയടാ, കുഞ്ഞുങ്ങളല്ലേ. അതെ ഏട്ടാ, കുഞ്ഞുങ്ങളാ. ശ്രീതു, കേറി വാ. നീ എന്തിനാ വന്നേ? ബിക്കോസ് ഐ മിസ് യു. അതുകൊണ്ട് നിന്നെ കാണാൻ വന്നതാടി. ഓക്കെ, വേഗം കേറി വാ. മൈ ജൂലിയറ്റ്. I'm not Juliet, I'm Sridu. Okay, please calm down. ഹായ് മിന്നാമിന്നി പോവല്ലേ, ഞാനും വരാം. ഇന്ന് എല്ലാത്തിനും ശരിയാക്കി തരുന്നുണ്ട്. നാളെ ഷുവറായിട്ടും പോ. നീ എന്റെ കൂടെ വരണം. ശ്രീതു, ഇങ്ങനെ സമ്മതിക്കില്ല, ഞാൻ പോവാ. സിദ്ധു, മറക്കല്ലേ? ഞാൻ മറന്നിട്ടില്ല, ഞാൻ ഉറപ്പായിട്ടും വരും. ഓക്കെ, ടേക്ക് കെയർ. അല്ല, എന്താ ഇവിടെ? ഞാനാ? ഈ ഞാൻ ഇത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? ഓ ഗോഡ്, അവന്റെ കൈ കാലം തല്ലി ഓടിക്കാൻ പോണാ.
അതെ അതെന്നെയാ. ചേട്ടാ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേട്ടാ, ഒന്നും ചെയ്യല്ലേ. കാര്യം പറഞ്ഞു പരമ ചെറ്റിയാണെങ്കിലും ഈ കാര്യത്തിൽ അവൻ ഡീസൻ്റാ. സത്യം, ഒരു കിസ് അടിക്കാൻ വേണ്ടി വന്നേ. എടാ കിരങ്ങ, വായി നോക്കി കഥ പറയടാ. നീ മൗത്തോർഗം കൊടുക്കാൻ വന്നിയാന്ന്. ഞാൻ എൻ്റെ 5 വരെ എണ്ണും, അതിനുള്ളിൽ ഇവിടെ അപ്പൊ നീ വരില്ല? ഇല്ലെന്ന് പറഞ്ഞ ഇല്ല. സിത്തു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ എനിക്കും വരുന്നുണ്ട്. എടാ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നീ ആ ഉത്സവമൊക്കെ ഒന്ന് കൂടിയിട്ട് വാ. കേരളത്തിന്റെ ആ പച്ചപ്പൊക്കെ കണ്ട് രസിച്ച് പതിയെ അടിച്ചു പൊടിച്ച് വാ. ഇതിന് നല്ല അവസരം എനിക്ക് കിട്ടാനില്ല. നോ നോ നോ. എടാ അങ്ങനെ പറയലടാ. നീ അവിടെ മുഖത്തോട്ടൊന്ന് നോക്കി. പാവം. പാവോ? നോക്കടാ, മുഖത്തോട്ട് നോക്ക്. എന്തൊരു ഇന്നസെന്റ് അവള്. പിന്നെ എടാ നീ ഇവിടെ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ പോകുന്നു. സിത്തു, ടൈമായി, അറിയാം. ഞാൻ നിന്റെ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ചെല്ലടാ, വിളിക്കുന്നുണ്ടില്ലേ. ബൈ ബൈ. സിത്തു, ആ വരാ. ആഹാ, ഒരാൾക്ക് പണി കൊടുത്തപ്പോ എന്തൊരു ആശ്വാസം, വല്ലാത്തൊരു സമാധാനം. ആ നീ ഇതുവരെ പോയില്ലേ? അങ്ങനെ ഞാൻ മാത്രല്ല, നീ എന്റെ കൂടെ വരും. എനിക്ക് വാ 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 പോവാ. എടാ ഞാനില്ലടാ, നിങ്ങൾ പൊക്കോ. അത് പറ്റില്ല. നിനക്ക് കേരളത്തിന്റെ പച്ചപ്പൊക്കെ കാണണ്ടേ? അത് കണ്ടിട്ട് വരാട്ടാ. ഐ എം ട്രാപ്ഡ്. എടാ അവൾ ആദ്യമായിട്ടല്ലേ നാട്ടിലോട്ട് പോണേ. അവൾ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ പോകുമ്പോഴായിരുന്നു. എന്റെ പൊന്നേട്ടാ, ഏട്ടന് തോന്നണ്ട അവൾ ഒറ്റയ്ക്ക് പോകുന്ന. അവിടെ കൂടെ വാര് പോലെ 2 എണ്ണം ഉണ്ടാവും. അത് ശരിയാ. എന്തായാലും ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എവിടെ എത്തിയെന്നെങ്കിലും അറിയാലോ. ഹലോ ശ്രീകുട്ടി, നീ എവിടെയാ? ഹലോ, റേഞ്ച് പോയോ? സിത്തു, ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക. ഞാൻ തിരിച്ചു നോക്കട്ടെ? നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചോ. എന്തായാലും ഇവിടെ വരെ വന്നേരാടാ. ഇനി നമുക്ക് കേരളത്തിന്റെ പച്ചപ്പും ആമ്പൽക്കുളവും ഉത്സവമൊക്കെ കൂടിയിട്ട് പോവാടാ. നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? ഇനി എനിക്കിട്ട് വെക്ക്. എടാ ഒന്നും കൂടി ആലോചിച്ചിട്ട്. ഇനി ഒന്നും ആലോചിക്കുകയല്ല, നമ്മൾ പോകുന്നു. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ? ഓക്കെ ഫൈൻ, ഞാനും വരാം. നിങ്ങൾ ഫസ്റ്റ് പൊക്കോ, ഞാൻ വേറെ വണ്ടി വിളിച്ചു വന്നോളാം. ഓ അത് വേണ്ട. എടാ നീ ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കി. ആ വിളിക്കേട്ടാ, ഒന്ന് സമാധാനപ്പെട്. നിനക്ക് എങ്ങനെ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റുന്നു? ബിക്കോസ് ഞാൻ ചേട്ടനെ പോലെയല്ല. വഴിയൊക്കെ അറിയാം നിനക്ക്? അത് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാ പോരെ? ആ ഓക്കെ. എടാ നോക്കി. എന്താ? She has everything more than me. മിണ്ടാതിരി, ഡ്രൈവർ കേൾക്കും. അതിനാ ചേട്ടൻ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഏനു, എനിക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയാം. ആണോ? ചേട്ടൻ ഇംഗ്ലീഷ് അറിയോ? അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ല ചേട്ടാ. She has more than me. ചേട്ടൻ ഒന്നും കാര്യമൊക്കെ ഉണ്ടാ. അവിടെ ഒരു വലിയ ലൂസ. അതെ വട്ടാ. ഇതേ മര്യാദയ്ക്ക് മിണ്ടായിരുന്നെങ്കിൽ ആറ്റി പിടിച്ചിടും നിന്നെ. ആ അതന്നെ വേണോ? Oh, no thanks. അല്ല, നിന്റെ ബ്രദേഴ്സ് എന്താ വിളിക്കാത്ത? അനീ സമയത്ത് വിളിക്കേണ്ടതാണല്ലോ. ഇതേ വിളിക്കണു, 100 ആയിസ. അത് പിന്നെ എങ്ങനെയാണല്ലോ. എടാ നമ്മൾ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്തായാലും നീ എടുക്ക്, എന്നിട്ട് സ്പീക്കർ ഇട്. വേഗം എടുക്കടി. ശ്രീതു, നീ എവിടെയാ? എത്താറായോ? ആ, ഞാൻ ലാൻഡ് ചെയ്തു ചേട്ടാ. എത്താറായി. ആണോ? ചേട്ടന്മാര് വരുന്നുണ്ടോ ചോദിക്കേ. ആ ശ്രീതു, എനിക്ക് അർജന്റായിട്ട് ഒരു കോള് വിളിക്കാണ്ട്. എന്നെ ഇപ്പൊ തന്നെ വിളിക്കാം കേട്ടോ. മനുഷ്യന്റെ സമാധാനം കളഞ്ഞതുപോലെ അർജന്റ് കോള് പോലും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അവര് വരില്ല. അപ്പോ ശിവയും വരില്ല അല്ലേ? ശിവ, എനിക്ക് അർജന്റായിട്ട് ഒരു കോള് വിളിക്കാണ്ട്. എന്നെ ഇപ്പൊ തന്നെ വിളിക്കാം കേട്ടോ. അപ്പൊ ഇതായിരുന്നു അർജന്റ് കോള്. സബാഷ്, ഞാൻ അപ്പഴേ പറഞ്ഞതാ വരുന്നില്ലെന്ന്. നിനക്കിപ്പോ മതിയായോടാ? നിനക്കിപ്പോ മതിയായോ? വെറുതെ എന്നാ ചെക്കനെ കുത്തിപ്പോക്കി ഉള്ള തള്ളും തള്ളി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ? ഇവന് കീർക്കുണ്ടോ? ഇവിടെ ഏട്ടനാണ് കുടുംബത്തോടെ ഭ്രാന്തന്മാര. എന്ത് ചെയ്യാനാ? സിത്തു, ഒന്നും മിണ്ടാതിരി രണ്ടു. എന്റെ കൺട്രോൾ പോയാണ്ടല്ലോ. ഞങ്ങളെ നിന്റെ നേതാക്കളെ വന്നടി, ഇങ്ങോട്ട് ഇറങ്ങി വാ. സിദ്ധു, അർണവേ.
എടാ സിതു വാ. എടാ നീ പൊക്കോടാ. എടാ ഞാൻ പോയിട്ട് എന്തിനാടാ, നിന്നെയല്ലേ കണ്ടവർക്ക്. ഇന്നത്തെ ഹീറോ നീയല്ലേ, അതുകൊണ്ട് അടിച്ചു കയറി വാ. സോറി, അവനിപ്പരകത്തോട്ട് കയറിപ്പോയുള്ളൂ, അതാ ഇപ്പൊ വരും. ആ ദേ എന്നതാണ്. ഹലോ, നമസ്കാരം. നിന്റെ ചെക്കൻ സുന്ദരനാ കേട്ടോ. എന്ന് നിങ്ങൾ സംസാരിക്കും. എന്താ? ദേ നിൽക്കുന്ന ചേച്ചിയില്ലേ, ഇപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ആരെ കുറിച്ച്? നമ്മുടെ പയ്യനെ കുറിച്ച്. എന്തിന്? അതാണല്ലോ അവർക്ക് പരിപാടി. എന്നോ ഒന്ന് അറിയണല്ലോ. അല്ലേലേ AC റൂമിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്ലാമർ കൂടും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓ താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. യു ഓൾസോ ബ്യൂട്ടിഫുൾ. ലിപ്സ്റ്റിക് ഇടാറുണ്ടല്ലേ? ചേച്ചി റൂട്ട് മാറി നമ്മുടെ ചെക്കനെ വളയ്ക്കാൻ നോക്കുകയാണല്ലോ. ഇതാ പറയുന്ന കൊടുത്ത കൊല്ലത്തും കിട്ടുള്ളൂ. അവൻ ഇതുപോലെ എത്ര ഗേൾസിനെ വളയ്ക്കാൻ നോക്കിയതോ. ഏട്ടാ ശിവനെ വിളിച്ചിട്ട് വാ. ശിവ, നീ ഈ റൂമിൽ തന്നെ ഇരിക്കാതെ താഴത്തോട്ട് വാ. അവിടെ നിന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. വന്നില്ലാലേ? അവൻ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യുക ചേട്ടാ? ചേട്ടൻ തന്നെ പറ, അല്ലെങ്കിൽ ഞാനിതൊക്കെ ആരോടെ പറയണേ? ശിവ,